KSRTC പിന്നെ പുറത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ് കുപ്പിയിട്ട് കൊണ്ടുവന്ന നടപടി എടുക്കുക. ഒരുത്തനും എന്ത് പറഞ്ഞാലും ഞാനത് വകവയ്ക്കത്തില്ല. ഇത് ഇരിക്കുമെങ്കിൽ വൃത്തിയാക്കിയിരിക്കും, ഒരു സംശയമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ശുചിത്വ കേരള മിഷൻ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളത്തിൽ ടൺ കണക്കിന് മാലിന്യമാണ് KSRTC ബസ് സ്റ്റാൻഡുകളിൽ മാറ്റിയത്. ഇനി ഒരുപാട് പണി ബാക്കിയുണ്ട്. ഞങ്ങൾ ഹരിത കേരള മിഷന്റെ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് KSRTC ഏതാണ്ട് 80ഓളം ഡിപ്പോകളിൽ ഹരിത കേരള മിഷന്റെ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങ് മറന്നുകൊണ്ട് പിന്നെ ബസ്സിനകത്ത് പ്ലാസ്റ്റിക് കുപ്പി ഇട്ടാൽ പിടിക്കും, നടപടിയെടുക്കും. അതിന് ഇനി ആരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എഴുതി മെനക്കെടണ്ട. ഞാൻ മന്ത്രി ആയിരിക്കുമെങ്കിൽ അക്കാര്യത്തിൽ നടപടി. 25 വർഷം എന്നെ നിങ്ങൾ 25 വർഷം നിയമസഭയിലായി. ഈ 25 വർഷത്തിനിടയിൽ നിങ്ങൾ ആവശ്യപ്പെട്ട ഏത് കാര്യമാണ് സാധിച്ചു തരാത്തത്? പറഞ്ഞ ഏത് കാര്യമാണ് നടക്കാതെ പോയത്? ഒന്ന് പറയും. ഏതാണ് പൊളിഞ്ഞു പോയത്? ഒന്നും പൊളിഞ്ഞില്ല. വെറുതെ പറഞ്ഞിട്ട് ആളുകൾക്ക് ബോധമില്ലെന്ന് കരുതരുത്. ഈ പറയുന്നവർ, കാണുന്നവർക്കും കേൾക്കുന്നവർക്കും നല്ല ബോധവും വെളിവുണ്ട്. അവരാലോചിക്കും അയാൾ എന്ത് കുറ്റം ചെയ്ത്, എന്താണ് വിമർശിക്കുന്നത്? ആവശ്യമില്ലാത്ത സീനുകൾ ഉണ്ടാക്കുക. ചിലരെന്താണ് ഇപ്പം വേറൊരു പരിപാടിയുണ്ട്. ഇപ്പം KSRTCക്ക് ഈ സോഷ്യൽ മീഡിയയുടെ കുഴപ്പമാണ്. KSRTCക്ക് ഭയങ്കര റേറ്റിംഗ് ആണ്. KSRTCയുടെ ഒരു വണ്ടി പോകുന്ന കാണിച്ച വീഡിയോ റീൽസ് എടുത്തിട്ടാൽ 25 ലക്ഷം 30 ലക്ഷം ആൾക്കാർ കാണുന്നത്. അതുകൊണ്ട് എന്താ നേരെ ഈ പിന്നെ സോഷ്യൽ ക്ലൈംബർ എന്ന് പറയും. അതായത് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നവന്റെ തോളിൽ കയറി നിന്നിട്ട് പിന്നെ ഒച്ച വയ്ക്കുക. അപ്പൊ അവനെ പോലെ ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കുക ഒരു സ്ഥലത്ത് നിന്ന്. എന്തിനാ നമ്മൾ രണ്ടുപേരും ഒരുപോലെ ആവുമോ? ഇല്ലല്ലോ. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത്? നമ്മളങ്ങനെ ഏറ്റവും മുതിർന്ന നേതാവിനെ ചീത്ത വിളിക്കുക. അപ്പൊ അയാൾക്ക് നല്ല പോപ്പുലാരിറ്റി. അയാളെ ചീത്ത വിളിച്ചാൽ ഞാനും അതുപോലെ ആവുമെന്ന് ചിന്തിക്കുക ശരിയാണോ? അങ്ങനെയൊന്നും ആവില്ല. അത് മണ്ടൻ ധാരണയാണ്. എനിക്ക് 25 ലക്ഷം വ്യൂവേഴ്സിനെ കിട്ടി. എന്താണ്? ഞാൻ ഗണേഷ് കുമാറിനെ ചീത്ത വിളിച്ചു. അയാൾക്ക് നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് ചീത്ത വിളിച്ചു. KSRTCക്ക് നല്ല വ്യൂവർഷിപ്പാണ്. അപ്പൊ KSRTC കഴിയോ തുടച്ചോ തൂത്തോ എന്ന KSRTCയുടെ പിന്നെ പുറത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ് കുപ്പിയിട്ട് കൊണ്ടുവന്ന നടപടി എടുക്കുക. ഒരുത്തനും എന്ത് പറഞ്ഞാലും ഞാനത് വകവയ്ക്കത്തില്ല. ഇത് ഇരിക്കുമെങ്കിൽ വൃത്തിയാക്കിയിരിക്കും, ഒരു സംശയമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ശുചിത്വ കേരള മിഷൻ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളത്തിൽ ടൺ കണക്കിന് മാലിന്യമാണ് KSRTC ബസ് സ്റ്റാൻഡുകളിൽ മാറ്റിയത്. ഇനി ഒരുപാട് പണി ബാക്കിയുണ്ട്. ഞങ്ങൾ ഹരിത കേരള മിഷന്റെ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് KSRTC ഏതാണ്ട് 80ഓളം ഡിപ്പോകളിൽ ഹരിത കേരള മിഷന്റെ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങ് മറന്നുകൊണ്ട് പിന്നെ ബസ്സിനകത്ത് പ്ലാസ്റ്റിക് കുപ്പി ഇട്ടാൽ പിടിക്കും, നടപടിയെടുക്കും. അതിന് ഇനി ആരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എഴുതി മെനക്കെടണ്ട. ഞാൻ മന്ത്രി ആയിരിക്കുമെങ്കിൽ അക്കാര്യത്തിൽ നടപടി ചെയ്തിരിക്കും. ബസ്സിനകത്ത് പ്ലാസ്റ്റിക് കുപ്പി ഇടാനും മാലിന്യം ഇടാനും എല്ലാ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും മാലിന്യം ഇടാനുള്ള ബോക്സ് വെച്ചിട്ടുണ്ട്. പുതിയ ബസ്സുകളിലെല്ലാം അത് വെച്ചാണ് വരുന്നത്. ഞങ്ങൾ 2000-3000ഓളം മാലിന്യ ടിന്നുകൾ വാങ്ങിച്ചു വെച്ചു. എല്ലാം ബസ് സ്റ്റേഷനിലും വയ്ക്കാൻ ടിന്നുകൾ വാങ്ങിച്ചു, ആയിരക്കണക്കിന്. ഇതെല്ലാം വാങ്ങിച്ചു വെച്ച് വണ്ടിയുടെ ഡാഷിന്റെ മുമ്പിൽ ഇടുന്ന ഡ്രൈവർക്ക് നടപടി എടുക്കുക ചെയ്യും. ഡ്രൈവറെ മാത്രമല്ല, ആ വണ്ടി പരിശോധിക്കാതെ വിട്ടവന്റെ പേരിൽ നടപടിയെടുക്കും. അത് KSRTC ജീവനക്കാരൻ നെഞ്ചത്ത് കയറിയാണെന്ന് പറയരുത്. ആ തെറ്റ് കണ്ടാൽ തെറ്റ് തന്നെയാണ്. KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം കൊടുത്തപ്പോൾ യുവമാരെ കണ്ടില്ലല്ലോ. ഓണത്തിന് അലവൻസും എല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചപ്പോൾ യുവമാരെ കണ്ടില്ലല്ലോ. ഒരു KSRTC ബസ് ഓടി വരുന്ന വീഡിയോ കണ്ടാൽ ആനയ്ക്ക് അതുപോലെയാണ്. തെച്ചിക്കോട് രാമേന്ദ്രൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ 50 ലക്ഷം ആളുള്ളത് കാണാനുണ്ട്. ആ 50 ലക്ഷത്തിന് താഴെ തെച്ചിക്കോട് രാമേന്ദ്രനെ 4 തെറി. അതാണ് ഇപ്പോഴത്തെ പരിപാടി. KSRTCയുടെ പണമിട്ടാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട് കേരളത്തിൽ. KSRTC ബസ്സുകൾ അന്യ സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബസ് ഇറങ്ങി വരുന്ന വീഡിയോ എടുത്തിടുകയാണ്. അതിനെന്താ? അപ്പൊ എന്നാ പിന്നെ KSRTCയുടെ തോളിലോട്ട് കയറിയാൽ എന്റെ പേര് പ്രശസ്തനാവും. അങ്ങനെ കുറച്ച് അലവലാതികൾ ഇറങ്ങിയിട്ടുണ്ട്. സത്യമല്ലേ പറയുന്നത്? അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല കാര്യം നടന്നാൽ അതിന്റെ പുറത്തേക്ക് അങ്ങ് കയറിക്കോളാം. കയറിയിട്ട് പ്രശസ്തരാവാൻ ശ്രമിക്കുന്നത് നല്ലതല്ല. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പരിപാടി ഇവിടെ നടക്കുക. നമുക്കൊരു മൈക്ക് വെച്ച് കെട്ടണം. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഏറ്റവും ഉയരം കൂടിയ തെങ്ങിൻ്റെ മുകളിലോട്ട് വെച്ച് കെട്ടും. ഇതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഉയരം കൂടിയ തെങ്ങാന്ന് നോക്കും, അല്ലെ ഏറ്റവും ഉയരം കൂടിയ മരം ഏതാ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കെട്ടാം. അപ്പോൾ കുറേ ദൂരം കേൾക്കും മൈക്ക്. ഇതാണ് ഇവിടെ നടക്കുന്നത്.